നക്ഷത്രഫലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കെപ്പോഴും സംശയമാണ്, എന്താണ് ഈ നക്ഷത്രം? അത് ഹരതേ പാപമെന്നാണ്. നമ്മുടെ നക്ഷത്ര ദിവസം നമ്മൾ ക്ഷേത്രദർശനം ചെയ്യുകയും ക്ഷേത്രത്തിൽ വഴിപാട് നടത്തുകയൊക്കെ ചെയ്യുന്നത് ആ ദിവസം നമുക്ക് ദോഷകരമായതുകൊണ്ടാണ്. ആ ദോഷകരമായ അവസ്ഥയിൽ നിന്ന് ശുഭകരമായ അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയാണ് നക്ഷത്ര ദിവസം വഴിപാട് കഴിക്കണമെന്നൊക്കെ പ്രേക്ഷകരോട് പറയുന്നത്. 27 നക്ഷത്രങ്ങളിൽ ദോഷമുള്ളവരും ഗുണമുള്ളവരും ഉണ്ടാകും. ഗുണമുള്ളവർക്ക് ഇനിയും ഗുണം ഉണ്ടാകണം, അഭിവൃദ്ധി വേണം. ദോഷമുള്ളവരെ സംബന്ധിച്ച് വീണ്ടും അഭിവൃദ്ധിയിലേക്ക് എത്താൻ വേണ്ടിയാണ് നക്ഷത്രത്തിൻ്റെ വഴിപാടുകളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുള്ളത്. നമുക്കത് 27 നക്ഷത്രത്തിലൂടെ മനസ്സിലാക്കാം. മേടം രാശിയിൽ ജനിച്ച അശ്വതി, ഭരണി, കാർത്തിക ആദ്യത്തെ 15 നാഴികയിൽ ജനിച്ചവരെ സംബന്ധിച്ച് ഈ വിഷുഫലത്തിൽ വിദ്യാരംഗത്ത് അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. അതേസമയം സൈനിക രംഗത്തും സ്പോർട്സ് മേഖലകളിലും പ്രവർത്തിക്കുന്ന അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ വർഷം വലിയ ഒരു അഭിവൃദ്ധി ഉണ്ടാകുന്നൊരു കാലഘട്ടമല്ല. ആരോഗ്യപരമായി ഏറെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അശ്വതി, ഭരണി, കാർത്തിക ആദ്യത്തെ 15 നാഴികയിലുള്ള മേടം രാശിക്കാരെ സംബന്ധിച്ച്. അതുകൊണ്ട് തന്നെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനം ചെയ്യുന്നതും ഷഷ്ഠി വ്രതം എടുക്കുന്നതും ഈ വിഷുഫലത്തിൽ നന്നായിരിക്കും. കാർത്തികയുടെ അവസാന 45 നാഴികയും രോഹിണി നക്ഷത്രവും മകീര്യത്തിൻ്റെ ആദ്യത്തെ 30 നാഴികയും ചേർന്ന ഇടവരാശിയിൽ ജനിച്ചവരെ സംബന്ധിച്ച് ഈ വിഷുഫലത്തിൽ സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും ജേർണലിസം, പത്രമാധ്യമ രംഗത്തും പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ച് ഈ വിഷുഫലം നല്ലതാണ്. വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിച്ചത്ര അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു വിഷുഫലമല്ല. അതേസമയം സ്പോർട്സ് പോലുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക്, കായിക രംഗത്തുള്ളവരെ സംബന്ധിച്ച് ഇടവരാശിയിൽ ജനിച്ചവർക്ക് ഈ വിഷുഫലം വളരെ ഉത്തമമായ ഒരു വർഷമാണ്. ഈ വിഷുഫലത്തിൽ ദേവീ ക്ഷേത്രത്തിലും ഗണപതി ക്ഷേത്ര ദർശനം ചെയ്യുന്നതും ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് നല്ലതായിരിക്കും. മിഥുന രാശിയിലെ മകീര്യ നക്ഷത്രത്തിൻ്റെ അവസാന 30 നാഴികയും തിരുവാതിര നക്ഷത്രവും പുണർദം നക്ഷത്രത്തിൻ്റെ ആദ്യ 45 നാഴികയിലും ജനിച്ചവരെ സംബന്ധിച്ച് ഈ വർഷം വിഷുഫലത്തിൽ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ച് ഒരു അഭിവൃദ്ധിയുടെ കാലഘട്ടമാണ്. ബിസിനസ് രംഗത്തുള്ളവർക്ക് അഭിവൃദ്ധിയുടെ കാലഘട്ടമാണ്. അന്യദേശത്തേക്ക് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് പ്രയത്നിച്ചാൽ അത് സാധിക്കുന്ന ഒരു വിഷുഫലമാണെങ്കിലും വലിയ ഒരു സാമ്പത്തികമായ ബാധ്യതകൾ ഏറ്റെടുക്കുന്നത് ഈ വിഷുഫലത്തിൽ മിഥുന രാശിയിൽ ജനിച്ച നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഒരു അനുകൂലമായ കാലഘട്ടമല്ല. നിർബന്ധമായും ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ തുളസിമാല ചാർത്തുന്നതും വിഷ്ണു ക്ഷേത്രത്തിൽ പുരുഷ സൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിക്കുന്നതും മഞ്ഞപ്പട്ട് സമർപ്പിക്കുന്നതും നല്ലതായിരിക്കും. ഇനി കർക്കിടക രാശിയാണ്. കർക്കിടക രാശി എന്ന് പറയുമ്പോൾ പുണർദം നക്ഷത്രവും അതുപോലെ തന്നെ പൂയം, ആയില്യം നക്ഷത്രം ചേരുന്നതാണ് കർക്കിടക രാശി. ഈ കർക്കിടക രാശിയിൽ ജനിച്ച നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ വിഷുഫലത്തിൽ വിദ്യാരംഗത്തേക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു കാലഘട്ടം, കർമ്മമണ്ഡലത്തിൽ അഭിവൃദ്ധി വന്നു ചേരുന്ന ഒരു വിഷുഫലമാണ്. എങ്കിലും പാർട്ട്ണർഷിപ്പ് ബിസിനസ്സൊക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ച് ഈ വിഷുഫലം അത്ര ഉത്തമമായ കാലഘട്ടമല്ല. നിയമം കൈകാര്യം ചെയ്യുന്നവരെ സംബന്ധിച്ച് ഈ വിഷുഫലത്തിൽ നല്ല ഒരു വിഷുഫലമാണ് കാണുന്നത്. പുണർദത്തിൻ്റെ അവസാനവും പൂയം, ആയില്യം നക്ഷത്രത്തിൽ ജനിച്ച ഈ നക്ഷത്രക്കാർ ദേവീ ക്ഷേത്രത്തിൽ തൊഴുതു പ്രാർത്ഥിക്കുന്നതും ലളിതാ സഹസ്രനാമം, ദേവീ മാഹാത്മ്യം ഇവ പാരായണം ചെയ്യുന്നതും ഈ വിഷുഫലത്തിൽ നല്ലതായിരിക്കും. ചിങ്ങരാശിയിലുള്ള മകം, പൂരം, ഉത്രം ആദ്യത്തെ 15 നാഴികയിൽ ജനിച്ച ചിങ്ങരാശിക്കാരെ സംബന്ധിച്ച് വിദ്യാർത്ഥികൾക്ക് ഈ വർഷം ഒരു ഉത്തമമായ കാലഘട്ടമല്ല. കഠിനാധ്വാനം ചെയ്യേണ്ടുന്ന ഒരു വർഷമാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഈ വിഷുഫലത്തിൽ. അതേസമയം നിയമപരമായ രംഗത്ത് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചും ജേർണലിസം, അതുപോലെ തന്നെ അധ്യാപക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഉത്രം,
അതുപോലെ തന്നെ പൂരം, മകം ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഈ വിഷുഫലം നല്ലതാണ്. ആരോഗ്യപരമായി കുറച്ച് ശ്രദ്ധിക്കേണ്ടുന്നൊരു വിഷുഫലം കൂടിയാണ്. ഉദര സംബന്ധമായും ദന്ത സംബന്ധമായ രോഗങ്ങൾക്കും സാധ്യതയുള്ള ഒരു വിഷുഫലമാണ്. അതുകൊണ്ട് ഇവർ ശിവക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നതും ശിവന് കൂവളമാല ചാർത്തുന്നതും ഈ വിഷുഫലത്തിൽ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഉത്തമമായിരിക്കും. കന്നി രാശിയിലുള്ള ഉത്രം നക്ഷത്രത്തിൻ്റെ 45 നാഴികയും അത്തം നക്ഷത്രവും ചിത്തിര നക്ഷത്രത്തിൻ്റെ ആദ്യ 30 നാഴികയും ചേരുന്നതാണ് അത്ര കന്നിരാശി. കന്നിരാശിയിലെ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ വിഷുഫലത്തിൽ വിദ്യാർത്ഥികൾക്ക് ഒരു സമ്മിശ്രമായ ഒരു കാലഘട്ടം. കലാകാരന്മാരെ സംബന്ധിച്ചും രാഷ്ട്രീയ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ചും ഈ വിഷുഫലം വളരെ ഉത്തമമായ ഒരു കാലഘട്ടമാണ്. അതേസമയം സൈനിക രംഗത്തും കായിക രംഗത്തും പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ച് ഈ വിഷുഫലം ഒരു ഉത്തമമായ കാലഘട്ടമല്ല. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ച് ഈ വിഷുഫലം നല്ലതാണ്. നിർബന്ധമായും ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രം, കന്നി രാശിയിലുള്ളവർ വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നതും വിഷ്ണു ക്ഷേത്രത്തിൽ മഞ്ഞപ്പട്ട് സമർപ്പിക്കുന്നതും തുളസിമാല ചാർത്തുന്നതും ഏറെ ഉത്തമമായിരിക്കും വിഷുഫലത്തിൻ്റെ ഈ ഒരു സമയഗുണത്തിൽ. ഇനി നമുക്ക് നോക്കേണ്ടത് ചിത്തിര നക്ഷത്രത്തിൻ്റെ അവസാന 30 നാഴികയും ചോതി നക്ഷത്രവും വിശാഖം നക്ഷത്രത്തിൻ്റെ ആദ്യ 45 നാഴികയും ചേരുന്ന തുലാവ രാശിയിൽ ജനിച്ചവരെ സംബന്ധിച്ചാണ്. ഈ വിഷുഫലത്തിൽ കർമ്മമണ്ഡലത്തിൽ അഭിവൃദ്ധി, ദീർഘകാലഘട്ടമായി വിവാഹ തടസ്സം ഉള്ളവരെ സംബന്ധിച്ച് വിവാഹത്തിന് അനുകൂലമായ കാലഘട്ടം, അന്യദേശത്തേക്ക് യാത്ര ചെയ്യാൻ നിരന്തരം ശ്രമിച്ചിട്ടും സാധിക്കാത്തവരെ സംബന്ധിച്ച് ഈ വിഷുഫലത്തിൽ നല്ലതാണ്. ബ്യൂട്ടീഷ്യൻ പോലുള്ള ആഡംബര രംഗത്ത് പ്രവർത്തിക്കുന്ന തുലാവ രാശിക്കൂറുകാരെ സംബന്ധിച്ച് ഈ വിഷുഫലം നല്ലതാണ്. പാർട്ട്ണർഷിപ്പ് പോലുള്ള കാര്യങ്ങളിൽ സമ്മിശ്രമായ ഒരു വിഷുഫലമാണ് ഈ തുലാവ രാശിക്കാർക്ക് കാണുന്നത്. നിർബന്ധമായും ഗണപതി ക്ഷേത്ര ദർശനം ചെയ്യുക, ഗണപതിക്ക് ഏത്തമിടുക, ഗണപതിക്ക് കറുകമാല ചാർത്തുന്നതും ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഉത്തമമായിരിക്കും. ഇനി വൃശ്ചിക രാശിയാണ്. വൃശ്ചിക രാശിയിലുള്ള വിശാഖം നക്ഷത്രത്തിൻ്റെ അവസാന 15 നാഴികയും അനിഴം നക്ഷത്രവും തൃക്കേട്ടകയും ചേരുന്നതാണത്രേ വൃശ്ചിക രാശി. ആ വൃശ്ചിക രാശിയിലുള്ള നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ വിഷുഫലത്തിൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ചൊരു അനുകൂലമായ കാലഘട്ടമാണ്. കർമ്മമണ്ഡലത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നൊരു കാലഘട്ടമാണ്. സാഹസികമായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഈ ഒരു വിഷുഫലം സമ്മിശ്രമായ കാലഘട്ടമാണ്. സാഹസികമായ മേഖലകളിലേക്ക് പോകുന്നതും പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഭാരതത്തിലും കേരളത്തിലും വിശേഷിച്ച് നമുക്ക് കാണാവുന്നതാണ്. ടൂറിനൊക്കെ പോയ പല പ്രയാസങ്ങളും അനുഭവിച്ചത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ഒരു വിഷുഫലത്തിലും ഈ വൃശ്ചിക രാശിയിലുള്ള നക്ഷത്രക്കാർ സാഹസികമായ രംഗങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും ഈ ഒരു വിഷുഫലത്തിൽ നല്ലത്. നിർബന്ധമായും സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ദർശനവും ശിവന് പുഷ്പാഞ്ജലിയും ധാരയും ചെയ്യുന്നത് വൃശ്ചിക രാശിയിലുള്ള ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ വിഷുഫലത്തിൽ നന്നായിരിക്കും. ഇനി ധനുരാശിയിൽ ജനിച്ച മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യ 15 നാഴിക ധനുരാശിയിലുള്ള ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് വിദ്യാർത്ഥികൾക്ക് ഒരു സമ്മിശ്രമായ ഒരു വിഷുഫലമാണ്. കർമ്മമണ്ഡലത്തിൽ അഭിവൃദ്ധി വന്നു ചേരേണ്ടുന്ന ഒരു വിഷുഫലമാണ്. അതേസമയം പാർട്ട്ണർഷിപ്പുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ച് ഈ വിഷുഫലം അത്ര ഉത്തമമായ കാലഘട്ടമല്ല. ദീർഘകാലഘട്ടമായി അന്യദേശ യാത്രക്കൊക്കെ ശ്രമിക്കുന്നവരെ സംബന്ധിച്ച് ഈ വിഷുഫലം ഒരു അനുകൂലമായ കാലഘട്ടമാണ്. പത്രമാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്ന ധനുരാശിയിലുള്ള നക്ഷത്രക്കാരെ സംബന്ധിച്ച് വിഷുഫലം ഒരു ഉത്തമമായ കാലഘട്ടമാണ്. നിർബന്ധമായും ഈ ധനുരാശിയിൽ ജനിച്ച നക്ഷത്രക്കാർ വിഷ്ണു ക്ഷേത്ര ദർശനം ചെയ്യുന്നതും വിഷ്ണുവിന് തുളസിമാല ചാർത്തുന്നതും മഞ്ഞപ്പട്ട് ചാർത്തുന്നതും ഏറ്റവും ഉത്തമമായിരിക്കും. ഇനി മകരരാശിയിലുള്ള ഉത്രാടം നക്ഷത്രത്തിൻ്റെ അവസാന 45 നാഴികയും തിരുവോണം നക്ഷത്രവും അവിട്ടത്തിൻ്റെ ആദ്യ 30 നാഴികയും ചേർന്നതാണ് മകരം രാശി. മകരം രാശിയിൽ ജനിച്ച നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ വിഷുഫലത്തിൽ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ഒരു കാലഘട്ടമാണ്.
ആഡംബര ആലങ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ച് ഒരു ഉത്തമമായ കാലഘട്ടമാണ്. കർമ്മമണ്ഡലത്തിൽ പ്രമോഷനൊക്കെ വന്നു ചേരുന്ന ഒരു വിഷുഫലം കൂടിയാണ്. അതേസമയം വലിയ സാമ്പത്തികമായ ബാധ്യതകൾ ഏറ്റെടുക്കുന്നത് ഈ ഒരു വിഷുഫലത്തിൽ നല്ലതല്ല. ഭൂമി സംബന്ധമായ ചെറിയ തർക്കങ്ങളും കാര്യങ്ങളൊക്കെ വന്നേക്കാവുന്ന ഒരു വിഷുഫലമായതുകൊണ്ട് നക്ഷത്ര ദിവസം ശാസ്താവീശ്വരന് നീരാഞ്ജനം ചെയ്യുന്നതും ശിവന് പുഷ്പാഞ്ജലിയും ധാരയും ചെയ്യുന്നത് മകരരാശിക്കാരെ സംബന്ധിച്ച് ഉത്തമമായിരിക്കും. ഇനി കുംഭരാശിയിൽ ജനിച്ച അവിട്ടം നക്ഷത്രത്തിൻ്റെ അവസാന 30 നാഴികയും ചതയം നക്ഷത്രവും പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ 45 നാഴികയും ചേരുന്നതാണ് കുംഭം രാശി. കുംഭൻ രാശിയിൽ ജനിച്ച നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ വിഷുഫലത്തിൽ വിദ്യാർത്ഥികൾക്ക് ഒരു അനുകൂലമായ ഒരു കാലഘട്ടമാണ്. കർമ്മരംഗത്ത് ഉന്നതി ഉണ്ടാകേണ്ടുന്നൊരു കാലഘട്ടമാണ്. വിവാഹ സമയമായവരെ സംബന്ധിച്ച് വിവാഹത്തിനൊരു അനുകൂലമായ കാലഘട്ടമാണ്. അതേസമയം സാംസ്കാരിക രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന ഈ രാശിയിലുള്ള നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ വിഷുഫലം അത്ര ഉത്തമമായൊരു കാലഘട്ടമല്ല. അപവാദങ്ങളും നിയമ തടസ്സങ്ങളൊക്കെ വന്നേക്കാവുന്ന ഒരു വിഷുഫലം കൂടിയാണ് കുംഭം രാശിക്കാരെ സംബന്ധിച്ച്. നിർബന്ധമായും ഈ നക്ഷത്രക്കാർ നവഗ്രഹ ക്ഷേത്ര ദർശനം ചെയ്യുന്നതും നവഗ്രഹ സ്തോത്രം ചൊല്ലുന്നതും ഈ ഒരു വിഷുഫലത്തിൽ നല്ലതായിരിക്കും. മീനരാശിയിലുള്ള പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാന 15 നാഴികയും ഉത്രട്ടാതി നക്ഷത്രവും രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് മീനരാശിയിലുള്ള ഈ 2.25 നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ വിഷുഫലത്തിൽ അധ്യാപക രംഗത്തും രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹിക രംഗത്തും പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ച് വിഷുഫലം അനുകൂലമാണ്. കലാകാരന്മാർക്ക് ഒരു അനുകൂലമായ കാലഘട്ടമാണ്. എങ്കിലും വർഷ അവസാന കാലഘട്ടത്തിൽ ആരോഗ്യപരമായ ചെറിയ ചെറിയ പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ മീനരാശിക്കാരെ സംബന്ധിച്ച് വന്നു ചേരാനിടയുണ്ട്. നിർബന്ധമായും കുടുംബ ധർമ്മദൈവമുണ്ടെങ്കിൽ അവിടെയൊക്കെ തൊഴുതു പ്രാർത്ഥിക്കുക. ഒപ്പം വിഷ്ണു ക്ഷേത്രത്തിലും ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലും ഒക്കെ തൊഴുതു പ്രാർത്ഥിച്ച് വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നത് ഈ വിഷുഫലത്തിൽ നല്ലതായിരിക്കും. വിഷുഫലത്തിലെ 27 നക്ഷത്രക്കാരുടെ നക്ഷത്രത്തിൻ്റെ ചാരവശാലുള്ള ഒരു ഫലമാണ് പ്രേക്ഷകരുടെ മുൻപിൽ പറഞ്ഞത്. ഇതിൽ വളരെ ദോഷമുള്ളവരും ഒക്കെ ഉണ്ടാകാം, വളരെ നല്ല പ്രവർത്തനങ്ങൾക്ക് സാധ്യതയുള്ളവരും ഉണ്ടാകാം. പക്ഷേ സൽക്കർമ്മങ്ങളെ കൊണ്ട് നമ്മളതിനെ ഉയർത്തണം. ബ്രാഹ്മേ മുഹൂർത്ത ഉത്തിഷ്ഠേത്, ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കാൻ, നമ്മുടെ ആഹാരവും നമ്മുടെ ആചാരവും നമ്മുടെ അനുഷ്ഠാനങ്ങളും മുറുകെ പിടിക്കാൻ ഈ വിഷുഫലത്തിൽ അഷ്ടമംഗല്യത്തിന് മുൻപിലിരുന്ന് അഷ്ട ഐശ്വര്യങ്ങൾ പ്രതിനിധാനം ചെയ്യുന്നതിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. കാരണം പ്രാർത്ഥിച്ചതുകൊണ്ട് മാത്രം ഈ ലോകത്തൊന്നും നേടാൻ സാധിക്കില്ല. മറിച്ച് പ്രാർത്ഥനയോടൊപ്പം പ്രയത്നവും ഉണ്ടാകണം. അപ്പോൾ നമ്മുടെ വീട്ടിലെ അച്ഛനമ്മമാർ വിഷുഫലം മക്കൾക്ക് കണി കാണിച്ചു കൊടുക്കൽ മാത്രമാകരുത്, ആ കണിയിലൂടെയുള്ള സന്ദേശം പരമ്പരകൾക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കണം. അതിന് നേരത്തെ പറഞ്ഞ ആഹാര ആചാര അനുഷ്ഠാനങ്ങൾ ഭദ്രമായി കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ഓരോ കുടുംബവും ഉന്നതിയിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കും. അപ്പം അതുകൊണ്ട് ഉണരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരു ദൃഢനിശ്ചയം വേണം. ആ ദൃഢനിശ്ചയം ഈ ഒരു അഷ്ടമംഗല്യത്തെ കൂടി കണി കാണുമ്പം എല്ലാ പ്രേക്ഷകർക്കും ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയുമാർന്ന ഒരു നല്ല വിഷുദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്തേ.